ഇന്ന് രാവിലെ തന്നെ കൊക്കോയ്ക്ക് വളരില്ല കേട്ടോ. നമ്മൾ ചോടെല്ലാം തെളിച്ച് റെഡിയാക്കിയായിരുന്നു മഴയ്ക്ക് മുമ്പ്. അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇനിയിപ്പോൾ തന്നെ മഴ പെയ്യുമായിരിക്കും. അപ്പോൾ വളരാൻ പോകും. ഒന്നും എൻ്റെ കൂടെ നടക്കണ്ടതിലേക്ക് കണ്ടോ. അതാ ഒരു സാധനം ഇതുവരെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അതാ നമ്മുടെ തേനീച്ചക്കൂട്, തേനീച്ച പെട്ടി വെച്ചേക്കണത് കണ്ടോ. ആ ചിരട്ട വെച്ചേക്കണതാ ഉറുമ്പ് കയറാണ്ടിരിക്കാനാട്ടോ. പെട്ടെന്ന് കയറില്ലല്ലോ. അതാ എൻ്റെ പൊന്നൂസത ഉണ്ടോ എൻ്റെ കൂടെ സ്വന്തം സഹചാരിയായിട്ടത്. ഇത് കാണോട്ടോ കൊതുക്, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞാലും അവൾ കേൾക്കില്ല. പൊന്നൂസേ ജാതിക്ക് തീ വളം ഇട്ടാൽ കൊള്ളുമെന്ന് അറിയത്തില്ലായിരുന്നു. ജാതി ഒന്ന് ജസ്റ്റ് ഒന്ന് കാടൊക്കെ ചെത്തിയിട്ട് മറ്റേ വളമിട്ട് കൊടുക്കണം. വളമിടാൻ ഈ തിരക്ക് പിടിക്കണം. ഇനിയും മഴ പെയ്യില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ആദ്യമൊക്കെ പെയ്യുമ്പോൾ ഒത്തിരി ശക്തമായ മഴയൊന്നും പെയ്യില്ലല്ലോ. അപ്പോൾ വളം ഇതിൻ്റെ ചോട്ടിൽ കിടന്ന് അലത്ത് അതങ്ങ് അബ്സോർബ് ചെയ്യുള്ളൂ. ഒത്തിരി വലിയ മഴയൊക്കെ അല്ലേ, ഇത്തിരി കഴിഞ്ഞ് അങ്ങ് ഒത്തിരി വലിയ മഴയൊക്കെ പെയ്താൽ ഈ വളമെല്ലാം തല്ലി ഒലിച്ചങ്ങ് പോവില്ലേ. അതുകൊണ്ടാണ് കേട്ടോ. മുന്നേ ഇതിൻ്റെ ചോടൊക്കെ തെളിച്ച് വെച്ചോണ്ട് അങ്ങനെ പ്രയോജനം കിട്ടി. നമ്മൾ വെയിലായിരുന്നപ്പോൾ അതിൻ്റെ ചോടൊക്കെ തെളിച്ച് വെച്ചായിരുന്നല്ലോ. ഞാനൊരു വീഡിയോ ഓൾറെഡി ഇട്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു എളുപ്പം കിട്ടിയിട്ടോ. കണ്ടോ, മഴയായപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് വാരി ഇട്ടങ്ങ് പോയാൽ മതി. അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടുകയും നിങ്ങൾ എങ്ങനെ വളയിടയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ കമൻസായിട്ടൊന്ന് അറിയിക്കുകയാണെങ്കിൽ ഒരു ഹാപ്പി ആയിരുന്നേ. അപ്പം അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ല കേട്ടോ. പെയ്യാൻ തുടങ്ങി പെട്ട് തീർക്കാനുള്ള തിരക്കാട്ടോ ഈ കാണുന്നത്. മഴ പെയ്തോണ്ടിരിക്കട്ടോ, ഫുള്ളിടാൻ പറ്റിയില്ല കേട്ടോ. പകുതിയിട്ടപ്പോഴത്തേക്കും പെയ്തു. എന്തായാലും വളമിട്ട് തീർക്കാൻ പറ്റില്ല. നമ്മൾ ചക്ക ഇളക്കും കേട്ടോ. ചക്കയും പന്നിയും കൂടെ ഒന്ന് കഴിക്കണം, അതിന് വേണ്ടിയാണ്. ഇങ്ങനെ ചൂടോടുകൂടി ഇളക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് ഇളകി കിട്ടണം. അപ്പം വളയിടയിൽ ഫുള്ള് കഴിഞ്ഞില്ല കേട്ടോ. അന്നേരത്തേക്ക് ഞാൻ ചക്കയും പന്നി ഉണ്ടാക്കി. അതെങ്കിലും നടക്കട്ടെ. ആ പൊന്നൂസേ, നല്ല ചൂടൻ ചക്കയും ചൂടൻ പന്നി. പൊന്നൂസേ വാ. അടിപൊളി. എന്തായാലും വളയിടയിലാണ്. അപ്പം ഇതെങ്കിലും നടക്കട്ടെ അല്ലേ.